അതീവ ഗുരുതരമായ വൈദ്യുതി പ്രതിസന്ധിയുടെ സാഹചര്യത്തിൽ മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളെ കാണുകയാണ്. സ്വയം നിയന്ത്രണം ഏർപ്പെടുത്താതിരുന്നാൽ ഇതെങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റും? നമുക്കാകെ 20% ഉൽപ്പാദിക്കുന്നുള്ളൂ, ബാക്കി 80% പുറത്തുനിന്ന് മേടിക്കുകയാണ്. ആ പുറത്തുനിന്ന് മേടിക്കുന്നതിൻ്റെ സെൻട്രൽ ഗ്രിഡിൽ നിന്ന് തരാൻ ഇന്നലെ ആവശ്യപ്പെട്ടു, അവർ തന്നില്ല. അവർ തരാത്തൊരു പ്രശ്നം കൂടി ഉണ്ട് അതിൻ്റെ പിന്നിൽ. അപ്പോൾ ഇത് ഉപയോഗം നമ്മളിപ്പിനി വെള്ളം കൊടുത്ത് മേടിക്കുക എന്ന് പറഞ്ഞാൽ പോലും ഒരു പരിധിന്നപ്പുറം മേടിക്കാൻ പറ്റില്ല, അതിനുള്ള കപ്പാസിറ്റി നമ്മുടെ കയ്യിലില്ല. ഇതാണ് പ്രശ്നം. ഒരു സ്വയം നിയന്ത്രണം ഏർപ്പെടുത്തേണ്ട വരും. നിയന്ത്രണം എല്ലാവരും കൂടി ശ്രമിച്ചാൽ ഇപ്പോൾ ഒരു എ സിക്ക് പകരം ഇന്നലെ 6 ഇരട്ടി എ സിയാണ് വിറ്റത്, ഇന്നലത്തെ പത്രത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാവരും ഉപയോഗിക്കുകയാണ്. ഗ്രൈൻഡർ, വാഷിംഗ് മെഷീൻ ഒക്കെ ഈ രാത്രി ഉപയോഗിക്കുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം. അതൊരു സ്വയം നിയന്ത്രണം ഇല്ല. അത് അവരുടെ റിപ്പോർട്ട് കിട്ടിയ അടിസ്ഥാനത്തിൽ നമുക്ക് എത്ര കിട്ടാൻ വരും, എത്ര ഉപയോഗം വർദ്ധിക്കുന്നുള്ളത് നോക്കിയിട്ടല്ലേ ചെയ്യാൻ പറ്റും. ഈ സെൻട്രൽ പൂളിൽ നിന്ന് ആവശ്യപ്പെട്ടതല്ലേ, അത് ആവശ്യപ്പെട്ട് ഇന്നലെ തന്നില്ല അവർ. എന്താണ് അവരുടെ ഒരു മറുപടി? അവരുടെ ഓപ്പൺ മാർക്കറ്റിൽ ഇപ്പോൾ പറ്റില്ല, കരാറല്ലാണ്ട് തരില്ല എന്നുള്ളതാണ്. ഇന്നലെ കേന്ദ്രങ്ങളിൽ നിന്ന് പുസ്തക അധികം വില നൽകിയാൽ പോലും അധികം വില നൽകാൻ പറഞ്ഞിട്ട് പോലും തന്നിട്ടില്ല. കേരളം അധികം വില നൽകാം ഒന്ന് പറഞ്ഞിട്ടു. അതുതന്നെ കേന്ദ്ര ഗ്രിഡിൽ നമ്മൾ കരാറില്ലാത്തതൊക്കെ അധിക വില നൽകാനല്ലോ പീക്ക് അവറിൽ മേടിക്കുമ്പോൾ. അത് അധിക നില അവർ തന്നിട്ടില്ല. എത്ര മെഗാവാട്ട് ആണ് ആവശ്യപ്പെട്ടത് വേണ്ടി വരും കേരളത്തിന്? അവരിപ്പോൾ നമ്മുടെ ഈ കണക്ക് പ്രകാരമാണെങ്കിൽ 100 മെഗാവാട്ട് വേണ്ടി വരും കേരളം ആവശ്യപ്പെട്ടത്. കരാറില്ല, അത് ശരിയാണ്. അത് 15 നമ്മൾ നമ്മുടെ വെള്ളത്തിൻ്റെയൊക്കെ കൂടി നോക്കിയിട്ടാണല്ലോ കരാർ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നഷ്ടം വരാൻ പാടില്ലല്ലോ. അത് വരാതെ നമുക്ക് വെള്ളത്തിൻ്റെ ഉൽപ്പാദനം ഒരു ദിവസത്തെ അല്ലല്ലോ. അത് അനുക്കിയിട്ടാണ് വെച്ചത്. അതിൽ വെച്ച് വല്ലാതെ വർദ്ധിച്ചു വരികയാണ്. വലുത് വരുമ്പോൾ എന്ത് ചെയ്യും? മഴയില്ലാത്തതിന് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ലല്ലോ. അവരുടെ ഇല്ല എന്ന് പറയേണ്ടവർ, അല്ലാണ്ട് വേറെ കാരണമൊന്നും പറയില്ലല്ലോ. ഈ രാത്രി കാലങ്ങളിൽ അതന്നെ അതല്ലേ അത് സംഭവിച്ച് ഈ ഓവറായിട്ട് വരുമ്പോൾ ഡ്രിപ്പാകുകയാണത്. ഡ്രിപ്പാകുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമ്മളെല്ലാവരും കൂടി സഹകരിച്ചാൽ അങ്ങനെ ഒരു ഡ്രിപ്പാകില്ലല്ലോ. ഇപ്പോൾ ഒരു വീട്ടിൽ 10 ലൈറ്റ് ഉണ്ടാകുമ്പോൾ ഒരു 2 ലൈറ്റ് ഓഫ് ചെയ്താൽ തന്നെ നമുക്ക് പ്രശ്നം തീർക്കാൻ സാധിക്കും. എ സി ഫാൻ ഇതെല്ലാം ഉപയോഗിക്കുന്നുണ്ടല്ലോ. അതൊന്നും അല്ല, ഒഴിവാക്കാനില്ല. നമ്മളിപ്പോൾ വീട്ടിൽ നമ്മൾ വരുന്നു, ഒരു 8-10 മണിക്കാണ് വരുന്നത്, 8 മണിക്ക് തന്നെ എ സി ഓഫ് ചെയ്താലോ ഓൺ ചെയ്താലോ? അങ്ങനെയൊക്കെ ചെയ്യാതിരിക്കണ്ടേ? ഒരു സ്വയം നിയന്ത്രണം നമ്മൾ എല്ലാവരും കൂടി നടത്തണ്ടേ? അത് നിങ്ങളുടെ സഹകരണമോ, നിങ്ങളുടെ ഒരു ക്യാമ്പയിൻ അതെങ്ങനെ എടുക്കണം? ഒരു സ്വയം നിയന്ത്രണം വേണം പറഞ്ഞിട്ട്. എന്നാലും അല്ലെങ്കിൽ ഇതെവിടെ നിന്ന് വരും? മഴയില്ലാത്തത് നമ്മളാരും വിചാരിച്ചതല്ലല്ലോ. മഴയുണ്ടായിരുന്നു, നമ്മൾ എക്സ്ട്രാ വിറ്റതാണ് ഒരു കാലത്ത്. അപ്പോൾ അതിൻ്റെ ഒരു സാഹചര്യം കൂടി നമ്മൾ ഇനി ബോർഡിൻ്റെ തീരുമാനം 2-ാം തീയതി ബോർഡ് തീരുമാനം എടുത്ത് 2-ാം തീയതി വരും. വന്ന ശേഷം പോളിസി എന്നുള്ള നിലയ്ക്ക് മുഖ്യമന്ത്രിയുമായി ആലോചിച്ച ശേഷം ഒരു തീരുമാനം. ശരി. പ്രധാനമായും മാധ്യമപ്രവർത്തകർ സംസ്ഥാനത്ത് പവർ കട്ട് ഉണ്ടാകുമോ എന്ന ചോദ്യമാണ് മന്ത്രി കെ കൃഷ്ണൻകുട്ടിയിൽ നിന്നും ആരാഞ്ഞതെന്നാണ് മനസ്സിലാകുന്നത്. അദ്ദേഹം നൽകുന്ന മറുപടി അനുസരിച്ച് 20% ജലവൈദ്യുതോൽപാദനം മാത്രമാണ് സംസ്ഥാനത്ത് ഇപ്പോൾ നടക്കുന്നത്. ബാക്കി 80%വും പുറത്തുനിന്ന് വൻവിലയ്ക്ക് വൈദ്യുതി വാങ്ങേണ്ട ഒരവസ്ഥയാണ്. ഇന്നലെ അധികമായി കേന്ദ്ര ഗ്രിഡിൽ നിന്ന് വൈദ്യുതി ആവശ്യപ്പെട്ടിരുന്നു. പക്ഷേ അവർ തരാൻ കേന്ദ്ര പൂളിൽ നിന്നുള്ള വിഹിതം അവർ കൂട്ടാൻ തയ്യാറായില്ല എന്നാണ് മന്ത്രിയുടെ വാക്കുകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഒരു സ്വയം നിയന്ത്രണം എല്ലാ വൈദ്യുതി ഉപഭോക്താക്കളും സ്വീകരിക്കണം എന്ന നിർദ്ദേശവും അദ്ദേഹം മുന്നോട്ട് വയ്ക്കുകയാണ്. 2-ാം തീയതി KCB ബോർഡ് യോഗം ചേർന്നതിന് ശേഷം അവരുടെ നിർദ്ദേശം സർക്കാരിന് സമർപ്പിക്കും. ഒരു നയപരമായ കാര്യം എന്ന രീതിയിൽ മുഖ്യമന്ത്രിയുമായി ആലോചിച്ച് തീരുമാനം എടുക്കേണ്ടി വരും എന്നുള്ള വിവരങ്ങളാണ് വൈദ്യുതി മന്ത്രി കെ കൃഷ്ണൻകുട്ടി മാധ്യമങ്ങളോട് പങ്കുവച്ചത്.